പ്രിയപ്പെട്ടവരെ, കരീം മൈത്രയാണ്. രുചികരമായ പള്ളിയിറച്ചിക്കറി. ഈ ഒരു പള്ളിയിറച്ചിക്കറി ഒരുക്കിയിരിക്കുന്നത് പുതിയകോട്ട മകാം ഉറൂസിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള അന്നദാനത്തിന് വേണ്ടിയിട്ടാണ്. 2026 കാഞ്ഞങ്ങാട് പുതിയകോട്ട മകാം ഉറൂസിൻ്റെ പരിസമാപ്തി കുറിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആയിരങ്ങൾക്കുള്ള അന്നദാനത്തോടു കൂടി ഉറൂസിന് പരിസമാപ്തി കുറിക്കും. അതിന് വിതരണം ചെയ്യാൻ ഒരുക്കിയ പള്ളിയിറച്ചിക്കറിയാണ് നിങ്ങൾ കാണുന്നത്. പള്ളിയിറച്ചിക്കറി ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യം. പള്ളിയിറച്ചിക്കറി ഇഷ്ടപ്പെടാത്തവരാരുമില്ല. ഉറൂസിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ, ഉറൂസിൻ്റെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ജമാഅത്തിൻ്റെ ഭാരവാഹികളൊക്കെ ഒരുപാട് നാളുകളായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സമയത്ത് അവരെ ദൃശ്യം പകർത്താൻ വേണ്ടിയിട്ട് ഞാൻ വന്നപ്പോൾ എനിക്കും അവർ 2 കിറ്റ് പള്ളിയിറച്ചിക്കറി നെയ്ച്ചോറ് മടങ്ങുന്ന കിറ്റ് എനിക്കും കൂടി അവർ തന്നിട്ടുണ്ട്. വർക്കിൻ്റെ ഭാഗമായിട്ട് 1 കിറ്റ് അവർ എക്സ്ട്രാ തന്നെയാണ് എനിക്ക് തന്നത്. എന്തായാലും ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾക്കും ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾക്കും മഹല്ല് നിവാസികൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തായാലും ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഭാരവാഹികളെ നമുക്കൊന്ന് വീഡിയോയിലൂടെ കാണാം. ഓക്കെ. കാഞ്ഞങ്ങാട് ചരിത്രപ്രസിദ്ധമായ പുതിയകോട്ട മകാം ഉറൂസിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള അന്നദാനം അല്പസമയത്തിനൊക്കെ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ പിന്നണിയിലുള്ള പ്രവർത്തകരാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ജമാഅത്തിൻ്റെ ഭാരവാഹികൾ, ഉറൂസിൻ്റെ ഭാരവാഹികളൊക്കെ ഒരുപാട് ദിവസങ്ങളിലായിട്ട് ഉറൂസിന് വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നത്തിലാണ് ഉണ്ടായത്. ഇപ്പോഴും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി 6 മണി വരെ, അതായത് അസർ നിസ്കാര ശേഷം, തീർച്ചയായിട്ടും അസർ നിസ്കാര ശേഷം ആരംഭിക്കും അല്ലേ. അതോടുകൂടി നമ്മുടെ പുതിയകോട്ട മകാം ഉറൂസ് 2026 ഈ അന്നദാനത്തോടു കൂടി പരിസമാപ്തി കുറിക്കും. അപ്പം എല്ലാവരും